നമ്മൾ കുറച്ച് മുമ്പ് പുസ്തകം വായിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ആ ഒരു ശീലം നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള കുറച്ച് ടെക്നിക്കുകൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് വായിച്ച് തുടങ്ങാൻ പറ്റുന്ന കുറച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനുള്ളത്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന 7 പുസ്തകങ്ങൾ നോവൽസോ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളെ സെൽഫ് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ചാനൽ എന്ന് പറയുന്നതാണല്ലോ, നമ്മൾ നോവൽസ് വരെ ചെയ്യും കേട്ടോ. എന്നാലും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കൊണ്ട് നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 7 സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്കുകൾ ബിഗിനേഴ്സിന് വായിക്കാൻ പറ്റുന്നതാണ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളോട് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിശാലിനാണ്. മൈൻഡ്, മണി, മാൻ ആൻഡ് മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ബിഗിൻ. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സൗണ്ടുകൾ ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അടക്കം പൊട്ടുന്നതാണ്. ഇന്ന് വിഷുവാണ്, അപ്പോൾ അതിനെക്കൊണ്ട് നല്ല നോയ്സ് ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് മേക്ക് എപ്പിക് മണി എന്നുള്ള പുസ്തകമാണ്. അൻകുർ വാരിക്കിൻ്റെ ഈ ഒരു ബുക്കിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകളെ പറ്റിയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യാൻ മാത്രം കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് മണി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വായിച്ചത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ഒരു മേക്ക് എപ്പിക് മണി എന്ന് പറയുന്നത്. അൻകുർ വാരിക്കിൻ്റെയാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നമുക്ക് ടിപ്സും ഒരുപാട് നമ്മൾ തെറ്റിദ്ധാരണകളും ഒരുപാട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയുള്ള ഒരുപാട് ടെക്നിക്കുകളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, എന്താണ് SIP, എന്താണ് മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പുസ്തകത്തിന് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. സോ അതിനെക്കൊണ്ട് തന്നെ നിങ്ങളെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആദ്യത്തെ പുസ്തകം മേക്ക് എപ്പിക് മണി എന്നുള്ള. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ പുസ്തകത്തിൻ്റെയും ബൈങ് ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, രണ്ടാമത്തെ പുസ്തകം നമുക്ക് ഞാൻ ഓൾറെഡി നമ്മളെ ചാനലിൽ വീഡിയോ ഇട്ടൊരു പുസ്തകം തന്നെയാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്, അല്ലെങ്കിൽ ആ തവളയെ തിന്നതാണത്. ബ്രയൻ ട്രേസിൻ്റെ ആണ്. ഈ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഒരു പുസ്തകം ബേസിക്കലി മെയിൻലി സംസാരിക്കുന്നത് നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ഒരു ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ നിന്ന് എങ്ങനെ എടുത്ത് കളയാം. അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെക്കുക, അതെങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ, എന്നാലും നീട്ടിക്കൊണ്ടുപോകുക, നാളെ ചെയ്യാം അങ്ങനത്തെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രാക്ടിക്കലി എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരുപാട് ടെക്നിക്കുകളും ടിപ്പുകളൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു ആ തവളയെ തിന്ന് അല്ലെങ്കിൽ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൽ മെയിൻലി 21 കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നമുക്ക് ഈ ഒരു ശീലം മാറ്റാൻ വേണ്ടി. അതായത് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന ആ ഒരു സ്വഭാവം നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 21 ടെക്നിക്സ് അല്ലെങ്കിൽ ടിപ്പുകളാണ് ഈ ഒരു പുസ്തകത്തിൽ ഇതേ സംസാരിക്കുന്നത്. ഒന്നാമത്തെ പുസ്തകമാണ് ഇക്കിഗായ്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു പുസ്തകം മെയിൻലി സംസാരിക്കുന്നത് വെച്ചാൽ, 2 ആൾക്കാർ അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചൈനയിൽ പോയിട്ട് അവിടുത്തെ ഒരു ഒക്കിനാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അവരവിടെ ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് അവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇതിൽ മെയിൻലി പറയുന്നത് നമ്മളെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് കണ്ടെത്തുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നിനും മടി ഉണ്ടാവില്ല, ഇത് നമുക്ക് നമ്മുടെ ലൈഫിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നൊക്കെയുള്ള പറയുന്ന ഒരു രീതിയിലാണ് ഈ പുസ്തകം കൊണ്ടുവന്നത്. ഇതിൽ മെയിൻലി പറയുന്നത് 4 കാര്യങ്ങൾ കമ്പൈനായി വരുന്ന എന്താണോ അതാണ് ആക്ച്വലി നമ്മളെ പർപ്പസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് കാര്യങ്ങളും കിട്ടുന്നതാണ്. അതിൽ പറയുന്ന ഒന്നാമത്താണ് വാട്ട് യു ലവ്, നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത്. വാട്ട് ദി വേൾഡ്സ് നീഡ്, നമ്മുടെ ലോകത്തിന് എന്താണോ വേണ്ടത് അത്. വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്ന സാധനം എന്താണോ. അടുത്ത് വാട്ട് യു ആർ ഗുഡ് അറ്റ്, നമ്മൾ എന്തിനാണോ നല്ലത്. ഈ 4 കാര്യങ്ങളും ഒരു സാധനത്തിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, നമ്മളെ ലൈഫിൻ്റെ പർപ്പസാണ്. അത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യാമെന്നാണ് ഈ ഒരു പുസ്തകത്തിൽ മെയിൻലി പറയുന്നത്. ഇതിൽ ഒരുപാട് ആ സ്ഥലത്തിലുള്ള ആൾക്കാരുടെ സ്പെഷ്യാലിറ്റീസും അവിടുത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായ രീതിയിലുള്ള പുസ്തകമാണ്. ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, വായിച്ചു നോക്കാൻ പറ്റുന്ന പുസ്തകമാണ്. നെക്സ്റ്റ്, ഹാബിറ്റ് ബിൽഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു വീഡിയോസ് എടുത്ത് നോക്കിയാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ബുക്ക് എടുത്ത് നോക്കിയാലും അവരൊക്കെ ആ ഒരു പുസ്തകത്തിൽ ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു ബുക്കാണ്. നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി വന്നിട്ടുണ്ടാകും പേര് അറ്റോമിക് ഹാബിറ്റ്. അതായത് നിങ്ങളുടെ ലൈഫിൽ മോശം ശീലങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കാൻ, നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു പുസ്തകമാണ് ആക്ച്വലി ഈ ഒരു അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ സംസാരിക്കുന്നത്. 4 നിയമങ്ങളും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിൽ ജസ്റ്റ് സംസാരിച്ച് പോകുന്നതിന് പകരം അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഇമേജസ് ഒക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും വായിച്ചു നോക്കുക. കാരണം ഇതിൻ്റെ ഇംഗ്ലീഷ്, മലയാളം എല്ലാ ലാംഗ്വേജിലും ഒരു പുസ്തകം അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടാലും മതി എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പേര് പറയുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ജയ് ഷെട്ടി എന്ന് പറയുന്നത്. ഇദ്ദേഹം ആക്ച്വലി പണ്ട്
ഒരു നോർമൽ ഒരു ബോയ് ആ ഒരു ലെവലിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് കുറച്ച് സിറ്റുവേഷൻസ് വരുത്തും. ആ സിറ്റുവേഷൻ കാരണം അദ്ദേഹം ഒരു മോങ്കാകാം, അതായത് ഒരു സന്യാസിയായി മാറാണ്. അവിടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അതിനുശേഷമാണ് അദ്ദേഹം റിയൽ ലൈഫിലേക്ക് തിരിച്ചു വന്ന്. അപ്പോൾ ആ മോങ്ക് ലൈഫിൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ വെച്ചും കൊണ്ട് പോപ്പുലാരിറ്റി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയ് ഷെട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് തിങ്ക് ലൈക്ക് എ മങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻലി മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്യണം, നമുക്ക് അങ്ങനെ കാര്യങ്ങൾ നോക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊരു ബുക്കാണ് ഈ ഒരു ജയ് ഷെട്ടിൻ്റെ തിങ്ക് ലൈക്ക് എ മങ്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൽ പറഞ്ഞു ട്രെയിൻ യുവർ മൈൻഡ് ഫോർ പീസ് ആൻഡ് പേർപ്പസ് എവറി ഡേ. ഓരോ ദിവസവും നമ്മളെ മൈൻഡിനെ പർപ്പസ്ഫുൾ ആക്കാനും പീസിലേക്ക് കൊണ്ടുവരാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് തിങ്ക് ലൈക്ക് എ മങ്ക് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമ്മളെ ടൈമിങ്ങിൻ്റെ അവിടെ പോയിട്ട് സ്പീഡ് നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഈ സ്പീഡ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂട്ടാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ഞാൻ പറയുന്ന പുസ്തകം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇന്ത്യൻ യൂട്യൂബറാണ്, ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റാരല്ല, രാജശമാനിയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ്, ബിൽഡ് ഡോണ്ട് ടോക്ക്. ഈ ഒരു പുസ്തകത്തിൽ മെയിൻലി പറയുന്ന കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, തിങ്സ് യു വിഷ് യു വർ ടോട്ട് ഇൻ സ്കൂൾ. നമ്മൾ സ്കൂളുകളിൽ ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെ സെയിൽസ് ചെയ്യണം, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, എങ്ങനെ ഒരു പ്രൊഡക്റ്റിന് ഡിസൈൻ ചെയ്യണം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ബിൽഡ് ഡോണ്ട് ടോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകം നിങ്ങളെ സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ബുക്കാണ്. ഇതൊന്നും എന്താക്കാന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് അവസാനത്തെ ഒരു ബുക്ക് എന്ന് പറയുന്നത് കുറച്ച് തിക്നെസ് കൂടുതലാണ്, എന്നാലും ഓൾമോസ്റ്റ് 60 ലക്ഷത്തിന് മേലെ കോപ്പീസ് വിറ്റിട്ടുള്ള ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്കാണ് ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. അതായത് ഏതൊരു കാര്യത്തിനും നമ്മൾ വലുതായി കാണുക, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ് ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്നത്. ഡേവിഡ് ഷോർട്സിൻ്റെ ആണ്. അപ്പോൾ ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാം. മൊത്തം 7 പുസ്തകങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഏതൊക്കെ ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, മേക്ക് എത്തിക് മണി അൻകുർ വാരിക്കുവിൻ്റെ, ബിൽഡ് ഡോണ്ട് ടോക്ക് രാജ് ഷമാനിൻ്റെ, തിങ്ക് ലൈക്ക് എ മങ്ക് ജയ് ഷെട്ടിൻ്റെ, അറ്റോമിക് ഹാബിറ്റ് ജെയിംസ് ക്ലിയറിൻ്റെ, ഇക്കിഗായ്, പിന്നെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് അല്ലെങ്കിൽ ആ തവളയെത്തുന്ന ബ്രയൻ ട്രേസിൻ്റെ, പിന്നെ ദി മാജിക് ഓഫ് തിങ്കിങ് വിത്ത് ഡേവിഡ് ഷോർട്സിൻ്റെ. ഇത്രയ 7 പുസ്തകങ്ങളാണ് ബിഗിനേഴ്സിന് നിങ്ങൾ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വായിച്ചു നോക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ. അപ്പോൾ ഈ ഒരു പുസ്തകങ്ങൾ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങാം. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.